നമ്മൾ വാട്സപ്പ് ചാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ടൂൾസും വന്നാൽ നമ്മൾ നന്നായിരിക്കും. വരണ്ടെന്നല്ല പറയണം, വരണം. നമ്മൾ എത്രയും നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് റിലയബിൾ ആയിട്ട് അതിനെ തന്നെ അങ്ങ് വിശ്വസിച്ചിട്ട് അതാണെന്ന് പറഞ്ഞിട്ടൊരു നീതി നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. അമ്മേ, ഈ ഇന്ത്യൻ കോഡ്സിൽ നമ്മൾ ലൈ ഡിറ്റക്ഷൻ ടൂൾസ് ലൈക്ക് പോളിഗ്രാഫി ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI ബിഹേവിയർ അനാലിസിസ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയുണ്ടാവും? ലൈക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഡിവോഴ്സ് പോകുമ്പോൾ കുറേ ഗ്രൗണ്ട്സ് കൊടുക്കത്തില്ലേ, ഇപ്പോൾ ക്രുവാലിറ്റി, അഡൾട്ടറി, അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ജസ്റ്റിസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഫാമിലി കേസുകളിലല്ലേ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടെ ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് നമ്മുടെ കേസിനെ സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല. പല പല ഇമോഷൻസ്, സ്ട്രെസ്സ്, കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കോടതിയുടെ പരിചയം പോലും ഇല്ലാത്തവരായിരിക്കും ആ സമയങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഒരിക്കലും ക്രിമിനൽസോ അല്ലെങ്കിൽ അങ്ങനെയല്ല, സാധാരണ വൈകാരികമായി വളരെ വീക്കായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലായിരിക്കും മിക്കപ്പോഴും ക്ലയൻസ് വരുന്നത്. അവരെയൊക്കെ ഇതേപോലെ മറ്റേ ഈ നുണ പരിശോധനയും മറ്റേ അങ്ങനത്തെ ടെക്നോളജിയിലൊക്കെ കടത്തി വിടുവാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. പിന്നെ പോരാത്തതിന് സെക്ഷൻ 14 പറയുന്നല്ലോ, എവിഡൻസ് ആക്ട് അത്ര കണ്ട് അങ്ങനെ ആപ്ലിക്കബിൾ അല്ല ഫാമിലി കോർട്ട് ആക്റ്റിൽ. ഫാമിലി കോടതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷിമൊഴികൾ, അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതേപോലെ ഇവരുടെ മൊഴികൾ, അതായത് നമ്മൾ കക്ഷികളുടെ മൊഴികളുടെ അവരുടെ ഇമോഷൻസും എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് ഓരോ കോടതികളും അത്രമാത്രം അതിൻ്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസസും മനസ്സിലാക്കിയിട്ടാണ് കേസുകൾ എഴുതുന്നത്. ബാക്കിയുള്ള കേസുകളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ്. നമുക്കിപ്പോൾ ഒരു കളവ് പറയുന്നതോ റേപ്പ് കേസോ മർഡറോ അതിലൊക്കെ ഉള്ള ടെക്നോളജി യൂസ് ചെയ്യണ പോലെയൊന്നും ഒരിക്കലും ഇത് നമുക്കൊരു കറക്റ്റ് ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മാനസികമായിട്ടും വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ ഈ ടെക്നോളജി ഈ പറയുന്ന ഒന്നും അത്രയും ആപ്ലിക്കബിൾ അല്ല. പിന്നെ പോരാത്തിന് ഒരുപാട് റൂളിങ്സ് വന്നിട്ടുണ്ട്. എവിഡൻസ് ആക്ടിൻ്റെ അത്രമാത്രം ഇത് വരരുത് ഫാമിലി കേസുകളിൽ. അല്ലാതെ വന്നിട്ട് കുറച്ചുകൂടെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസും ടെസ്റ്റിമോണിയൽസും പിന്നെ സപ്പോർട്ടീവ് റൂളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതലും നോക്കുന്നത്. ബട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ എറയാണ്. അപ്പോൾ അതിൽ ഒത്തിരി റൂളിങ്സ് ഇലക്ട്രോണിക് എവിഡൻസസും എടുക്കുന്നുണ്ട്. ഫാമിലി കേസസിൽ നമ്മൾ എടുക്കുന്നുണ്ട്. വാട്സപ്പ് ചാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് ടൂൾസും വന്നാൽ നമ്മൾ നന്നായിരിക്കില്ലേ? വരണ്ടെന്നല്ല പറയണം, വരണം. നമ്മൾ എത്രയും നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് റിലയബിൾ ആയിട്ട് അതിനെ തന്നെ അങ്ങ് വിശ്വസിച്ചിട്ട് അതാണെന്ന് പറഞ്ഞിട്ടൊരു നീതി നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അവർ കടന്നു പോകുന്ന സ്ട്രെസ് ലെവലൊക്കെ ചിലപ്പോൾ വളരെ വ്യത്യാസമായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എതിർഭാഗം നിൽക്കുന്നത് ചിലപ്പം നമ്മളെ വിവാഹം കഴിച്ച ആളായിരിക്കാം, കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര വൈകാരിക ബന്ധങ്ങളുണ്ടാവാം. നമുക്കൊരിക്കലും ഒരു ശത്രുവെന്നോ അല്ലെങ്കിൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഭയങ്കര കുറേ കൂടെ കണക്റ്റഡ് ആണ് സാധനം. നമുക്കൊരിക്കലും ഫാമിലി കേസുകളെ ബാക്കി കേസുകളുമായിട്ട് മറ്റേ ടെക്നോളജിയോ അല്ലെങ്കിൽ ലോസോ അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞ് മാറ്റി പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല. എന്നാലും ലോ വേണം, നിയമം നിലനിൽക്കണം, എല്ലാത്തിനും നീതി നടപ്പാക്കണം. പക്ഷെ എന്നാലും അതിനേക്കാൾ ഒരു പടി മുകളിലെന്ന് പറയുന്നത് കുറച്ചുകൂടെയൊക്കെ മനുഷ്യത്വവും വൈകാരികതയും എല്ലാത്തിലും വന്നിട്ടൊരു നീതിയുക്തമായ ഒരു 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 അതാണ് നടപ്പിലാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വഴിമാറിക്കാം, പുതിയ പുതിയ കാര്യങ്ങൾ വരട്ടെ.